ഇവിടെ നിന്ന് മഞ്ഞിനൊക്കെ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. ഈ സൂര്യനൊക്കെ വന്നിട്ടുണ്ട്. ഞാനിന്നൊരു പ്രോട്ടീൻ ബോൾ ഉണ്ടാക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ. ഇതൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന സാധനങ്ങൾ. കോസ്കോയുടെ പ്രൊമോഷനൊന്നുമല്ല, ബട്ട് എല്ലാം കോസ്കോയിൽ നിന്നാണ്. ആൽമണ്ട്സ്, കാഷ്യൂ ഇങ്ങനൊരു അൺസോൾട്ടഡ് കാഷ്യൂ കിട്ടും. അത് കുറച്ച് റോസ്റ്റഡ് ആണ്. ഒന്നുകിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇതൊന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, പിന്നെ കുറച്ച് ഡേറ്റ്സ് അല്ലെങ്കിൽ ഫിഗ്, ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതിയാവും. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ലൈക്ക് ഷുഗറി ടേസ്റ്റിന് വേണ്ടിയിട്ട്, മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നട്ട്സ് എല്ലാം ഒന്ന് ഇത് കണക്കൊന്ന് സോട്ട് ചെയ്ത് ലൈക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞൊന്നും പോകണ്ട, ഒന്ന് നല്ല ചൂടായി ലൈക്ക് പൊടിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എല്ലാ നട്ട്സും ഇതുപോലെ പൊടിക്കാനുള്ളതായതുണ്ട്. കുറച്ച് പൊടിഞ്ഞ നട്ട്സും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മഖന, അത് ഞാൻ നേരത്തെ കാണിച്ചതിലില്ല, അത് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പിന്നെ കുറച്ച് പിസ്തയൊക്കെ ബാക്കി ഉണ്ടായിരുന്നതും കൂടെ എൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. ഈ മഖന റെഡിയായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അത് പൊടിഞ്ഞു വരും. അല്ലെങ്കിൽ ആ വൈറ്റിൻ്റെ മുകളിൽ കുറച്ച് ബ്ലാക്ക് സ്പോട്ട്സ് പോലൊക്കെ വരുമ്പോഴേക്കും അത് റെഡിയായി എന്നാണ്. ഇത് ചിയ സീഡ്സ്, ഇതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് എൻ്റെ കയ്യിൽ ഒരു പൊടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്ലാക്സ് സീഡ്സ് omega-3 ഫാറ്റി ആസിഡ് റിച്ച് ആണെന്ന് പറയുന്നത് നമുക്ക് റിയലി അറിയാം കേട്ടോ. റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ വരും. ഇതെല്ലാം ഇനി മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഇതേപോലെ ആക്കിയെടുക്കണം. മിക്സിയിലിട്ട് പൊടിച്ചതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല. സോ പൊടിച്ച് കിട്ടുമ്പോൾ പൊടിയുടെ കൂടെ ആ ഫിഗും ഡേറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതൊന്ന് ലൈക്ക് ഇങ്ങനെ ബോൾസ് ആക്കാൻ പറ്റും. ഒരു സ്റ്റിക്കി ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്കിങ്ങനെ ബോൾസ് ആക്കി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഡെയിലി ഓരോന്ന് മോർണിംഗിൽ തന്നെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫുഡെല്ലാം എപ്പോഴും ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് പ്രോട്ടീൻ എന്ന് പറയില്ലേ, അങ്ങനെ യൂസ് ചെയ്യാം.